ഹായ് നമസ്കാരം, വെൽക്കം ബാക്ക് ടു ടേസ്റ്റ് ആൻഡ് ടേൽസ് വിത്ത് സുധ. നിങ്ങളെല്ലാവരും സുഖമായിട്ടിരിക്കുന്നു എന്ന് വിശ്വസിക്കുന്നു. അതെ, ഇന്ന് നമ്മളിവിടെ നോക്കാൻ പോകുന്നത് നമ്മുടെ വൺ ഓഫ് ദി സൂപ്പർ ഫുഡായിട്ടുള്ള മധുരക്കിഴങ്ങ് കൊണ്ടിട്ടുള്ള ഒരു ഡിഷാണ് കേട്ടോ. നമ്മുടെ ഈ മധുരക്കിഴങ്ങിനകത്തെ ഒത്തിരി വിറ്റമിൻസ് ഒക്കെ അടങ്ങിയിട്ടുണ്ട് കേട്ടോ. പിന്നെയാണെന്നുണ്ടെങ്കിൽ ഇതിനകത്ത് പൊട്ടാസ്യവും ഫൈബറും എല്ലാം നല്ല റിച്ച് ആയിട്ടുണ്ട്. ഇത് നമ്മുടെ ഇമ്മ്യൂണിറ്റി നന്നായിട്ട് ഇൻക്രീസ് ചെയ്യും. പിന്നെ നമ്മുടെ ഡൈജഷനെ ഹെൽപ്പ് ചെയ്യും. നമ്മുടെ കണ്ണിൻ്റെയും ഹൃദയത്തിൻ്റെയൊക്കെ ആരോഗ്യത്തിനെയൊക്കെ ഒത്തിരി സപ്പോർട്ട് ചെയ്യുന്ന സാധനമാണ് കേട്ടോ. പിന്നെ ഇതിനകത്തെ ഫൈബർ നല്ല റിച്ച് ആയിട്ട് ഉള്ളതുകൊണ്ടും കാലറി കണ്ടന്റ് വളരെ കുറവായതുകൊണ്ടും നമ്മൾ വെയിറ്റ് ലോസ് ഒക്കെ ചെയ്യുവാണെങ്കിൽ ഇത് വൺ ഓഫ് ദി ബെസ്റ്റ് ഫുഡാണ് കേട്ടോ. പിന്നെ ബ്ലഡ് പ്രഷർ ഹൈ ആയിട്ടുള്ളവർക്കും ഡയബറ്റീസ് ഉള്ളവർക്കും ഒക്കെ ഇത് വളരെ ഒരു നല്ല ഫുഡാണ് കേട്ടോ. അപ്പം മധുരക്കിഴങ്ങ് കിട്ടുവാണെങ്കിൽ ഇതെല്ലാവരും നമ്മൾ എങ്ങനെയാണെങ്കിലും ഇത് ഉണ്ടാക്കി കഴിക്കണം കേട്ടോ. അപ്പം ഇത്രയും നല്ല ഗുണങ്ങളുള്ള ഈ മധുരക്കിഴങ്ങിനെ ഞാൻ എടുത്ത് ചെറുതായിട്ട് അരിഞ്ഞ് ഇവിടെ കുറച്ച് വെള്ളം ഒഴിച്ച് ഒന്ന് വേവിച്ചെടുക്കാൻ പോവാണ് കേട്ടോ, നമ്മുടെ ഡിഷ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട്. അപ്പം ഞാനിവിടെ മധുരക്കിഴങ്ങിൻ്റെ അതേ സമത്തിൽ തന്നെയാണ് കേട്ടോ വെള്ളം എടുത്തേക്കുന്നത്. പിന്നെ നമുക്കിനി അടുപ്പത്ത് വെച്ച് കുറച്ച് ഉപ്പൊക്കെ ചേർത്ത് ഒന്ന് വേവിക്കാം കേട്ടോ. ഇതിനെ വേണമെങ്കിൽ നമുക്ക് പ്രഷർ കുക്കറിൽ വെച്ച് വേവിക്കാം കേട്ടോ. ഞാനിപ്പോൾ ഇവിടെ ഇതിനെ ഒരു 10 മുതൽ 12 മിനിറ്റ് വരെ അടച്ചു വെച്ച് ഒരു മീഡിയം ഫ്ലെയിമിലാണ് കേട്ടോ വേവിച്ചേക്കുന്നത്. അപ്പോൾ ആ 12 മിനിറ്റ് കഴിഞ്ഞപ്പോൾ തുറന്ന് നോക്കിയപ്പോഴത്തേക്കും ഇത് മധുരക്കപ്പ ഇപ്പം നന്നായിട്ട് ഇവിടെ വെന്ത് വന്നിട്ടുണ്ട് കേട്ടോ. അപ്പം ഇനി നമുക്ക് ഈ നന്നായിട്ട് വെന്ത് വന്ന മധുരക്കിഴങ്ങിനെ ഇനി നമുക്കൊന്ന് ഡ്രെയിൻ ചെയ്ത് വെള്ളമൊക്കെ ഒന്ന് മാറ്റിയെടുക്കാം കേട്ടോ. അപ്പോൾ എന്നിട്ട് നമുക്കൊരു ചീനിച്ചട്ടി അടുപ്പത്ത് വെച്ച് കുറച്ച് എണ്ണ ഒഴിച്ച് ആ എണ്ണയൊക്കെ ഒന്ന് ചൂടായപ്പോഴത്തേക്കും ഞാൻ അതിനകത്തേക്ക് കുറച്ച് കടുക് ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. അപ്പം കടുകും എല്ലാം ഒന്ന് പൊട്ടി വരുമ്പോഴത്തേക്കും നമുക്കിതിനകത്തേക്ക് ഞാനൊരു ഹാഫ് സവാള എടുത്ത് ചെറുതായിട്ട് അരിഞ്ഞു വെച്ചിട്ടുണ്ട്, അതും കൂടെ അതിനകത്തേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. പിന്നെ ഇതിനകത്തേക്ക് കുറച്ച് കരിവേപ്പിലയും കൂടെ ആഡ് ചെയ്ത് കൊടുത്തിട്ട് ഇതിനെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് നന്നായിട്ടൊന്ന് ഫ്രൈ ചെയ്തെടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഈ നമ്മുടെ ഉള്ളിയും കറിവേപ്പിലയും എല്ലാം കൂടെ ഒരുവിധം നന്നായിട്ട് തന്നെ ഒന്ന് ഫ്രൈ ചെയ്ത് വരുമ്പോഴത്തേക്കും ഞാൻ അതിനകത്തേക്ക് ഒരു കുറച്ച് ചില്ലി ഫ്ലേക്സ് ആണ് കേട്ടോ, ഒരു ടീസ്പൂണ് ചില്ലി ഫ്ലേക്സും കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഞാൻ ഇതിനകത്തേക്ക് വേറെ മസാലയോ അങ്ങനെ വേറെ ഒരു സാധനവും ചേർക്കുന്നില്ല കേട്ടോ. അപ്പോൾ ഇതിനകത്തേക്ക് ആ ഒരു ഉള്ളിക്ക് വേണ്ടിയിട്ട് കുറച്ച് ഉപ്പും കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതിനകത്തേക്ക് നമ്മുടെ വേവിച്ച് വെച്ചിരിക്കുന്ന മധുരക്കിഴങ്ങ് ഒന്ന് ആഡ് ചെയ്ത് കൊടുത്തേക്കാം. അതിനെ ആഡ് ചെയ്ത് കൊടുത്തിട്ട് ഇതിനെ ഒന്ന് നന്നായിട്ട് നമുക്ക് മിക്സ് ചെയ്തെടുക്കാം കേട്ടോ. ആ മുളകിൻ്റെയൊക്കെ ആ ഒരു ടേസ്റ്റ് ഒന്ന് അതിലേക്ക് പിടിക്കാൻ വേണ്ടി നന്നായിട്ട് ഇതിനെ ഒന്ന് ഇളക്കി കൊടുക്കാം. ഇനി ഞാൻ ഇതിനകത്തേക്ക് ചേർക്കുന്നത് കുറച്ച് തേങ്ങയുണ്ട്. അത് വെറുതെ ജസ്റ്റ് ഗ്രേറ്റ് ചെയ്ത് വെച്ചേക്കുന്ന തേങ്ങയാണ്. അത് ഞാൻ അതും അതിനകത്തോട്ട് ഇട്ട് കൊടുത്തിട്ടുണ്ട്. അതിനെയും കൂടെ നന്നായിട്ടൊന്ന് നമുക്കൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം കേട്ടോ. വളരെ ഹെൽത്തി ആയിട്ടുള്ള ഒരു ഡിഷാണ് കേട്ടോ. അപ്പോൾ ഇത് നിങ്ങളെല്ലാവരും ഒന്ന് ചെയ്ത് നോക്കണം കേട്ടോ. എല്ലാവരും ചെയ്ത് നോക്കിയിട്ട് നിങ്ങളുടെ അഭിപ്രായമൊക്കെ ഒന്ന് പറയണം കേട്ടോ. നിങ്ങൾ നമ്മുടെ ചാനൽ ആദ്യമായിട്ടാണ് കാണണമെങ്കിൽ ഇതൊന്ന് ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും ഒക്കെ ഒന്ന് ഓർത്തേക്കണേ. ഇനി നമുക്ക് മധുരക്കിഴങ്ങിനെ ഒരു മിനിറ്റ് ഒന്ന് അടച്ചു വെച്ച് ലോ ഫ്ലെയിമിൽ ഒന്ന് വേവിച്ചെടുക്കണം കേട്ടോ. ഇപ്പോൾ ഇതേ 1 മിനിറ്റ് കഴിഞ്ഞപ്പോഴേക്കും നമ്മുടെ ഈ മധുരക്കിഴങ്ങിലേക്ക് നമ്മുടെ തേങ്ങയുടെ ഫ്ലേവറൊക്കെ ഇറങ്ങി നല്ല സൂപ്പർ ടേസ്റ്റ് ആയിട്ട് ഇതിവിടെ വന്നിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നമ്മുടെ മധുരക്കിഴങ്ങ് കൊണ്ടുള്ള ഡിഷ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇതിനെ നമുക്കൊന്നൊരു ഡിഷിംഗ് പ്ലേറ്റിലേക്ക് മാറ്റാം കേട്ടോ. അപ്പോൾ ഇത് നന്നായിട്ട് തന്നെ ഇവിടെ വന്നിട്ടുണ്ട്. എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ. എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിച്ചുകൊണ്ട് താങ്ക് യു ഫോർ വാച്ചിങ്.